ഇനിയിപ്പോൾ വീണ്ടും നമ്മുടെ മേഘന തമ്പാനൂർ KSRTC ബസ് ഡിപ്പോയിൽ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഈ കാണാൻ. പക്ഷേ നമ്മൾ കാണുന്നത് കൂടുതലും പുരുഷന്മാരെയാണ്. ഈ ആഹ്ലാദ നിമിഷം പങ്കിടാൻ സ്ത്രീകൾ കുറച്ചേ എത്തിയിട്ടുള്ളൂ. SKN കൂടുതലായും ഉള്ളത് സ്ത്രീ യാത്രക്കാരാണ്. അതായത് ഈ തമ്പാനൂർ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും സ്ത്രീ യാത്രക്കാരാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉദ്ഘാടന വേദിയിലേക്കും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. പിന്നോക്ക വിഭാഗ മന്ത്രിയായിട്ടുള്ള തുളസിയാണ് അതിലൊരു ജനപ്രതിനിധിയായ ഒരു വനിതാ സാന്നിധ്യമായിട്ട് ഉള്ളത്. അതുപോലെ മറ്റു മന്ത്രിമാരും ഒക്കെയുണ്ട്. അതിൽ സ്ത്രീകൾക്ക് വേണ്ടി തന്നെ വിഭാവനം ചെയ്യുന്ന അത് കുറച്ചധികം നാൾ ചിന്തിച്ചെടുത്ത ഒരു പദ്ധതി എന്നുള്ളതാണ് മുന്നേ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു യാത്ര തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തമ്പാനൂരിൽ നിന്ന് പെരുമാതുറയിലേക്ക് ഈ ഉദ്ഘാടന ബസ് പോകുമ്പോൾ അതിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഇതിൽ ഇനി വരുന്ന 5 വർഷം ഈ പദ്ധതിയുടെ ഭാവി എങ്ങനെയായിരിക്കും. കാരണം വലിയൊരു ബാധ്യത വരും, സർക്കാരിന് വലിയൊരു ബാധ്യത വരുമെന്നുള്ള പഠനങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായതാണ്. പക്ഷേ സർക്കാർ UDF സർക്കാർ വലിയ ഇച്ഛാശക്തിയോടുകൂടി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ, കാരണം തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യ ബസ് യാത്ര തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നത്. പക്ഷേ ഇനി വരുന്ന 5 വർഷം എങ്ങനെയായിരിക്കും ഈ പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് എന്ന് തന്നെയാണ് ഇന്ന് തൊട്ട് ആളുകൾ ചിന്തിച്ചു പോകുന്നത്. അതുപോലെ തന്നെ പല സ്ത്രീകളുടെയും പ്രതികരണം ചോദിക്കുമ്പോൾ അത് നല്ലതാണ്, സന്തോഷമാണ്, പക്ഷേ അത് എത്ര കാലം ഉണ്ടാകുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം പല വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇന്ന് ശുഭ തുടക്കമാണ്. ശുഭമായി തന്നെ ആ യാത്ര തുടങ്ങുന്നു പെരുമാതുറയിലേക്ക് എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നത് ഈ ഒരു ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രയുടെ ഒരു തുടർച്ച അത് 2ാം ഘട്ടമായി ഉണ്ടാകും. ദീർഘദൂര ബസ്സുകളിലടക്കം ഈ പദ്ധതി വ്യാപിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളടക്കം നടക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ ബസ്സാണ് നല്ല പൂക്കളൊക്കെ അലങ്കരിച്ചുകൊണ്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ ഈ ബസ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ബസ് മാത്രമല്ല, ഇവിടെ മറ്റൊരു ബസ് കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ബസ് കൂടി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പോകുന്ന ബസ്സാണ്. അങ്ങനെ അത്തരത്തിൽ എല്ലാ തരത്തിലും ബലൂണൊക്കെ കെട്ടിക്കൊണ്ട് അലങ്കരിച്ചുകൊണ്ടാണ് ഈ ബസ് ഇന്ന് യാത്ര തുടങ്ങുന്നത്. പക്ഷേ ഈ യാത്ര എന്ന് പറയുന്നത് ഇനി അടുത്ത ഘട്ടം അത് ഈ ദീർഘദൂര ബസ്സുകളിലും ഈ സൗജന്യ യാത്ര നടപ്പിലാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പഠനം നടത്താനുള്ള 100 ദിവസമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് ഇനി എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോവുക എന്നടക്കമുള്ള കാര്യം. അതിൽ CP ജോൺ ഗതാഗത മന്ത്രി പറഞ്ഞതാണ് ഓർക്കുന്നത്. കാരണം ഇത് കേരള എക്കണോമിക്ക് എത്രത്തോളം ഗുണം ചെയ്യും. കാരണം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ കൂടുതൽ തൊഴിലിടങ്ങളിലേക്ക് സ്ത്രീകൾ എത്തും. അതുപോലെ തന്നെ പഠന ചികിത്സ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി സ്ത്രീകൾക്ക് യഥേഷ്ടം യാത്ര ചെയ്യാം ഓർഡിനറി ബസ്സുകളിൽ. അതുപോലെ തന്നെ അടിസ്ഥാന തൊഴിലാളി വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സൗജന്യ പദ്ധതിയാണ് നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് സ്ത്രീകൾക്ക് 600 മുതൽ 3000 രൂപ വരെ ദിവസവും അല്ലെങ്കിൽ മാസാടിസ്ഥാനത്തിൽ ലാഭിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാം. അത് അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ ഈ പദ്ധതിയുടെ ഒരു ലാഭം അത് എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ CP ജോൺ പറഞ്ഞത് കേരളത്തിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ അത് നഷ്ടമാകുമെങ്കിലും കേരള എക്കണോമിക്ക് തൊഴിലിടത്തിനൊക്കെ മികച്ച പങ്കാളിത്തം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ലഭിക്കും ഈ പദ്ധതിയിലൂടെ എന്നാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഈ ബസിന്റെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.